ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും പിന്നെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോവയ്ക്ക ഫ്രൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മളിവിടെ കാണിക്കുന്നത് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തണ്ണിമത്തൻ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ കസകസ് ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ ഈന്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർത്താനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കട്ട പാലാണ്, അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം തണ്ണിമത്തനൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നല്ല കട്ട പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്താൻ വെച്ച ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ മിക്സിയിലൊന്ന് നന്നായി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ട് അരിപ്പയുടെ മുകളിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ലൊരു ജ്യൂസ് രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുതിർക്കാൻ വെച്ചിരുന്ന കസകസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തണുപ്പ് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ നല്ലതാണ് ഇതൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ. അപ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റും, പിന്നെ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും തണ്ണിമത്തൻ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പം എൻ്റെ ഈ ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് നോമ്പ് സമയത്ത് അത്താഴത്തിന് നീക്കുമ്പോൾ ചോറൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോവയ്ക്കാണ്, വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയി കിട്ടുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതേപടി നമ്മൾ വറുക്കല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് പോലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ആണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ.
അപ്പോൾ എണ്ണ നമ്മുടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്ത നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഗോവയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ നോമ്പ് നോക്കണ സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫ്രൈ ആണ്. പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ജ്യൂസും കൂടിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ 2 വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.